പ്രസംഗത്തിൽ പ്രതികരണവുമായി കെ മുരളീധരൻ എം.പി. ഖേദം പ്രകടിപ്പിച്ചതോടെ വിവാദം അവസാനിച്ചു. മാപ്പു പറഞ്ഞതിൽ കൂടുതൽ പിന്നെ എന്താ ചെയ്യുക? കാലിൽ വീണ് മാപ്പു പറയാൻ വേറെ ആളെ നോക്കണമെന്നും മുരളി പറഞ്ഞു. പി.വി. അൻവറിന്റെ പ്രസ്താവന CPM-ഉം മുഖ്യമന്ത്രിയും പിന്താങ്ങിയ പോലെ ഞങ്ങൾ ചെയ്തില്ല. തെറ്റ് കണ്ടാൽ ഞങ്ങൾ തിരുത്തും. ഞങ്ങൾ തിരിച്ച് ബോംബെറിയുന്നവരല്ല. CPM-നെതിരെ ശക്തമായ പ്രചാരണം നടത്തും. വടകരയിൽ സർവകക്ഷി യോഗം ആവശ്യമെങ്കിൽ വിളിക്കട്ടെ. കളക്ടർ വിളിച്ചാൽ പങ്കെടുക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രി പോയതിൽ ഒരു കുഴപ്പവുമില്ലെന്നും, പക്ഷേ വിശ്രമിക്കാൻ വേണ്ടി പോയി എന്നൊരു വാക്ക് പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നും കെ മുരളീധരൻ ചോദിച്ചു. ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി. ഒരാൾ സിംഗപ്പൂരിലേക്ക് പോയി, കുറെ പേർ ടൂറ് പോയി. മഴക്കാല ശുചീകരണം പോയിട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ആരോടും മിണ്ടാതെ ഒരു സുപ്രഭാതത്തിൽ പോയപ്പോഴാണ് ചോദിച്ചത്, എവിടെ പോയി, എന്തിനു പോയി, ആരെങ്കിലും സ്പോൺസർ ചെയ്താണോ പോയത്, അല്ലെങ്കിൽ സ്വന്തം കാശ് കൊടുത്താണോ എന്നൊക്കെ. സംസ്ഥാനത്ത് ഭരണമുണ്ടെങ്കിലേ ഭരണസ്തംഭനം ഉണ്ടാകൂ. അങ്ങനെ ഒരു സംഭവം ഇവിടെയില്ല. ചൂട് കൂടിയാലും മഴ വന്നാലും മുഖ്യമന്ത്രി പോയല്ലോ. ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കേണ്ട ആൾ സ്ഥലത്തില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യാനാ? ആരോട് പറയാനാണെന്നും മുരളി ചോദിച്ചു. ഹരിഹരന്റെ വീടിന് മുൻപിലെത്തി അസഭ്യം പറഞ്ഞ കേസിൽ പ്രതികൾ സഞ്ചരിച്ച കാർ കസ്റ്റഡിയിൽ എടുത്തു. വാഹന ഉടമ സിബിൻ ലാലിന്റെ വീടിന് മുൻപിൽ നിന്നാണ് കാർ കസ്റ്റഡിയിൽ എടുത്തത്. ഹരിഹരന്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിയുന്നതിന് ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഒരു സംഘം ഹരിഹരന്റെ വീടിന് മുൻപിലെത്തി അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. ഒരു ചുവന്ന ഹുണ്ടായി കാറിലാണ് പ്രതികൾ എത്തിയതെന്നും ഇത് വടകര രജിസ്ട്രേഷനുള്ള കാറാണെന്നും ഹരിഹരൻ തിരിച്ചറിഞ്ഞിരുന്നു. ഈ വിവരങ്ങൾ പോലീസിന് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കാർ ഉടമയെ കണ്ടെത്തിയത്. എന്നാൽ കാർ ഉടമ ആ സമയത്ത് കാറിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് വിവരം. വേറെ 5 പേരാണ് കാർ ഉപയോഗിച്ചത്. CPM DYFI പ്രവർത്തകരാണെന്നാണ് പോലീസ് പറഞ്ഞത്. ഇവരെ തിരിച്ചറിഞ്ഞെന്നും കണ്ടെത്താനായി അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. ഇവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. കാഫർ പരാമർശത്തിൽ പോലീസ് അന്വേഷണം ഇഴഞ്ഞതോടെ വ്യാജ നിർമ്മിതിയുടെ ഉത്തരവാദിത്വം CPI-യിലേക്ക് ചൂണ്ടുമ്പോഴാണ് KS ഹരിഹരന്റെ വാവിട്ട വാക്ക്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുത്ത പരിപാടിയിലെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ UDF നേതൃത്വം തീർത്തും പ്രതിരോധത്തിലാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ തനിക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടക്കുന്നുവെന്ന് KK ശൈലജയുടെ ആരോപണത്തിൽ ഒരുവിധം മറുപടി നൽകി പ്രതിരോധം സൃഷ്ടിക്കുന്നതിനിടെയാണ് തിരിച്ചടി. RMPയുടെ മുതിർന്ന അംഗത്തിൽ നിന്നുണ്ടായ പരാമർശത്തെ ഏതാണ്ട് മുഴുവൻ നേതാക്കളും തള്ളുമ്പോഴും ജാള്യത മറയ്ക്കാനുള്ള ശ്രമത്തിലാണ് UDF നേതൃത്വം. ഹരിഹരൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ച് മാപ്പു പറയുമ്പോഴും രാഷ്ട്രീയമായി കനത്ത തിരിച്ചടിയാണ് UDF-നുണ്ടായത്.